നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബി സ്കൂൾ XIMB കുറിച്ചാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് XIMB കുറിച്ച്. ആൻഡ് ഇത്തവണ XIMB കുറിച്ച് ഒരു പ്രത്യേക ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. വിച്ച് ഈസ് ലൈക്ക് XIMBക്ക് ഒരു എക്സാമും കൂടി നിങ്ങൾക്ക് എഴുതാം. അതായത് XGMT എന്ന് പറയുന്ന ഒരു എക്സാമും കൂടി എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ കാറ്റിന്റെ റിസൾട്ട്സ് ആക്ച്വലി ഇന്ന് വന്നു. അപ്പോൾ കുറേ പേരൊക്കെ കുറച്ച് ഡിസാർട്ടൻഡ് ആണ്, റിസൾട്ട് വിചാരിച്ച പോലെ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് സാറ്റ് മാത്രമല്ല XGMT എന്ന് പറയുന്ന ഒരു എക്സാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡേവിഡിനെ വെൽക്കം ചെയ്യാണ്. സോ ഡേവിഡിനെയും ഞാൻ ആക്ച്വലി XIMB കുറിച്ച് ഒരു നല്ലൊരു വീഡിയോ ചെയ്യാൻ ആളെ തെരഞ്ഞു നടക്കുന്ന സമയത്ത് ലിങ്ക്ഡിനിൽ ടെക്സ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഗ്രേഷ്യസ്ലി ഹാവ് അക്സെപ്റ്റഡ് ദി റിക്വസ്റ്റ് ആൻഡ് ഹി ഹാസ് കെയിം ഓൺ ബോർഡ്. ഇപ്പം 12:30 മണിയാണ് രാത്രി. ബട്ട് ദെൻ സ്റ്റിൽ താങ്ക്സ് ലോട്ട് ഫോർ ജോയിനിങ് ഇൻ. ഡേവിഡ്, ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ബീങ് വിത്ത് us. ഐ മീൻ ഷെയറിംഗ് ഇൻഫർമേഷൻ അബൌട്ട് XIMB. ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഐ മീൻ എവിടെ നിന്നാണ് വരുന്നത് ആൻഡ് പഠിച്ചത് എന്താണ്, UG എന്തായിരുന്നു, ആൻഡ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തുടങ്ങാം. Yeah, sure. So I'm currently working as a product manager in IBM. ഞാൻ XIMB ഈക്വല ഗ്രാജുവേറ്റ് ചെയ്തത്. So before joining XIMB ഞാൻ TCS ഒന്നര കൊല്ലം വർക്ക് ചെയ്തു. And prior to that I just completed my BTech in computer science from SCMS College of Engineering ഇവിടെ കൊച്ചി തന്നെ. And after that I joined TCS. Yeah. Okay, great. So കൊച്ചിയിൽ SCMS എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ആൻഡ് TCS, XIMB, ആൻഡ് നൗ യു ആർ വർക്കിംഗ് ആസ് എ പ്രൊഡക്റ്റ് മാനേജർ അറ്റ് IBM. ഗ്രേറ്റ്. ഇനി XIMBയിലോട്ട് വരാം. എങ്ങനെ ഉണ്ടായിരുന്നു XIMB എന്നുള്ള ഒരു ഡിസിഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ ക്യാമ്പസ് ലൈഫ്? അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഒരു എക്സ്പീരിയൻസിനെ റേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ റേറ്റ് ചെയ്യും? ഡിഫറെന്റ് ആസ്പെക്ട്സ് എടുത്തൊന്ന് പറയാമോ? Sure. So personally for me, I would say it was a 9 out of 10 experience. Okay. Because throughout my life, I was a day scholar in my UG time. Okay. So XIMB is a completely residential campus. So there's no option for day scholars. So that was a really exciting and new opportunity for me. Now, ഒരു ചെറിയ difference when I joined, it was the pandemic. So the first few months, we were restricted not to leave the campus. Now that can be hard. When you are coming from a day scholar environment, you can't leave the campus. But after that, first few months, COVID restrictions got lowered, and we were able to move freely. So that from that point onwards, I didn't have any issues. ഓക്കെ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി 2 വർഷം ക്യാമ്പസിൽ പുറത്തു പോകാൻ പറ്റാത്ത റെസ്ട്രിക്ഷൻസിൽ നിന്നതാണ്. പക്ഷെ അത് ആക്ച്വലി വർക്കും ചെയ്തു. കാരണം യൂഷ്വലി പല ആൾക്കാർ പുറത്ത് പല ഗ്യാങ് ആയിട്ട് പോയി പാർട്ടി ചെയ്യുന്ന ഒക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരെയും അറിയാം. എല്ലാവരുടെയും പാർട്ടീസ്, ബർത്ത്ഡേ പാർട്ടീസ് എല്ലാം ക്രാഷ് ചെയ്യും. സോ മൊത്തത്തിൽ ഉള്ളൊരു നെറ്റ്വർക്കിംഗ് വിത്തിൻ ദി ക്യാമ്പസ് ഭയങ്കര നല്ലതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. Yes, 100%. Like our first few months, again we got to know everyone because everyone is in the campus. You can't leave. You can't So, leave actually. 100% agree. അതെ. ഈ XIMB ഐ മീൻ ആസ് ക്യാമ്പസ് എങ്ങനെയാണ്? ഐ മീൻ വളരെ വലിയ ക്യാമ്പസ് ആണോ? ഫെസിലിറ്റീസ് ആൻഡ് ഭുവനേശ്വറിൽ എത്രത്തോളം ആക്സസിബിൾ ആണ് ഈ ക്യാമ്പസ്? പ്രത്യേകിച്ച് ഇപ്പോൾ ഒറീസ എന്ന് പറയുമ്പോൾ ഇപ്പൊ കേരളത്തിലേക്കുള്ള കുട്ടികൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടാവല്ലോ ആ ഒരു ആസ്പെക്ടില്. 100%. So complete disclosure, ഞാൻ actually CAT എഴുതുമ്പോൾ I was not aware of XIMB because I was not planning to do MBA seriously this time. So I was like, okay, കിട്ടി അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. And I had not done basic research of CAT at that time. So when I was thinking like, okay, CAT എഴുതും, like top IIMs കിട്ടും, അങ്ങനെ ഒരു ബേസിക് അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. So when I got around 91 point some percentage, I realized, okay, top colleges നോക്കിയിട്ട് പിന്നെ കാര്യമില്ല, അവിടെ വെച്ച് അത് കഴിഞ്ഞു. പിന്നെ then I also realized like CAT മാത്രമല്ല, for getting into a top B school, your previous ACATs matter a lot. So I have a 987 profile. So that is okay, but at the same time not good enough for the top B schools, I would say. Okay. So from that point, that was a reality check for me. So CAT കഴിഞ്ഞപ്പോൾ there was always SAT and SGMT. Yeah. So I got into XIMB through SAT. Okay. So again, SATinum I got the same percentage, 92, but that was enough to get a call from XIMB and IMT Ghaziabad and few colleges which were accepting. So that was the first time I'm coming to know about XIMB, and I was a bit skeptical about Orissa because Orissa actually mentioned like Kerala, we don't know much about Orissa. Yeah. Or Bhubaneswar even. So when I went to Bhubaneswar, actually surprisingly it was a very pleasant experience. Now the good thing is the college is in the middle of the town, so you're accessible to everything. So again, we have two campuses. HR campus is very different from the BM campus. Okay. Now, HR campus is a very, very huge campus and probably one of the best campuses in India, I would say, infrastructure-wise. Okay. But it's kind of isolated from the city, so there's no access
to any. രണ്ടും ഒരേ ക്യാമ്പസ് നെയിം XIMB അത് തന്നെയല്ലേ നെയിം രണ്ട് ക്യാമ്പസ് Right ആയിട്ടുണ്ട്. now, രണ്ടുപേരും both are now branded as XIM University. യൂണിവേഴ്സിറ്റി ഓക്കെ ഇത് ഓക്കെ അതെ. ഫൈൻ. യാ Yeah. So XIMB is the BM is the old campus, which is in the middle of the city. ഓക്കെ So Bhubaneswar Airport is also like around 20 minutes away. So when you're okay. traveling to Bhubaneswar, it's very easy, and almost all the things you need, like fast food joints, movie theater, malls, and these kind of things are like walkable distance from your place, or Okay. like a short Uber ride from your place. And within the campus, there are electric scooters which you can rent and travel outside. So that is also a plus point. So there was not much of a cultural shock as I thought there would be. Okay. And the crowd in Bhubaneswar is very welcoming. Like they are very nice people. So that is an added benefit. ആൻഡ് ഹോസ്റ്റൽസ് എങ്ങനെയായിരുന്നു ആൻഡ് ഫുഡ് വൈസ് ഒക്കെ എങ്ങനെയായിരുന്നു? Yeah. So hostels again. This is a very old campus. Like this has been here for more than 30 years. So the throughout the lifetime of XIMB, there have been newer buildings in the campus. Okay. So based on your luck, so there are some hostels which has been 30 years old. Some have been relatively new, like 10 years. Now, currently, when I was leaving the campus, they were constructing a super awesome hostel, which is like 14 stories. It looks like a proper prestige or skyline villa. Adivoli Oh, hostel okay. in Daikondirikan. I think it will be open for this year. So I think all the students will be shifted to that new hostel now. Got So it. other like started construction when we joined, and it's by now it should be almost over by now. Well, I'm guessing. So Okay. again, my hostel. If I'm talking about my specific hostel, I was in one of the newer hostels. Okay. So I was in a double sharing room and attached washroom, attached balcony. It was a pretty good room. Now, if you're looking at the older rooms, they don't have attached washrooms, but they still are pretty good. Like they are maintained well. Okay. So yeah. ഓവറോൾ അത് ഓക്കെ. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് അതാണ് മൊത്തത്തിൽ ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. മൊത്തത്തിൽ എനിക്ക് കിട്ടിയ ഒരു വൈബ് എല്ലാം ഫണ്ണായിരുന്നു എന്നുള്ള രീതിയിലാണ്. Yes. കമ്മിങ് ടു കുറച്ച് ആസ്പെക്ട്സ്. സോ ഈ ഇതിന്റെ XIMBയിലെ സെലക്ഷന് തന്നെ ഭുവനേശ്വർ അല്ല സോറി ഒറീസ കാൻഡിഡേറ്റ്സിന് ഒരു വലിയൊരു ശതമാനം ഡോമിസൈൽ റിസർവേഷൻ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു റിയാലിറ്റി എന്താണ്? ആൻഡ് അത് എത്രത്തോളം നിങ്ങളുടെ ഒരു എക്സ്പോഷർ കൾച്ചറൽ എക്സ്പോഷറിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ മോർ നമ്പർ ഓഫ് ഒറീസ കാൻഡിഡേറ്റ്സ് ഉണ്ടോ? So yes, I think this year also would be the same, which is I think roughly 50% of the students are from Orissa. Yeah. But that doesn't mean their cutoff is very different from our cutoff. Okay. So they have reservation, but the cutoff is different. They are slightly lower compared to non-Orissa candidates, but they're not very different. Okay. So the kind of students who are coming from Orissa are also equally good as us. So Okay. you won't notice any issues in that regard. So the cultural issues are not there. It's not like they are dominating or our gang and we mingle with everyone. Like that part was very good in the campus. ഓക്കെ ഗ്രേറ്റ്. സോ അതുകൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു ഡയല്യൂഷൻ ഒരു രീതിയിലും അങ്ങനെ നിങ്ങൾക്ക് ഓൺ ക്യാമ്പസ് ഫീൽ ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ആക്ച്വലി ദർ ഒരു 2 മലയാളീസ്, പക്ഷെ അങ്ങനെ ഒരു പ്രശ്നവും അതുകൊണ്ട് ഇന്നേരം തോന്നിയിട്ടില്ല. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. വേറെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം മോസ്റ്റ് ഓഫ് ദി ടൈംസ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് കമ്പയർ ബിറ്റ്വീൻ എ ബേബി IIM ഓർ എ റിലേറ്റീവ്ലി ന്യൂ IIM വിത്ത് XIMB ആൻഡ് ഇത്തവണത്തെ സിറ്റുവേഷനിലാണെങ്കിലും വെൻ ദി മാർക്കറ്റ് ഈസ് സ്ട്രഗ്ലിംഗ്, വെൻ ബേബി IIMs ആർ ആക്ച്വലി സ്ട്രഗ്ലിംഗ് ടു പ്ലേസ് ദെയർ സ്റ്റുഡൻസ് ഫോർ സമ്മർ ഇന്റേൺഷിപ്സ്. XIMB ഒക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് ആണ് മനസ്സിലാക്കാൻ പറ്റിയത്. സെക്കൻഡ്, ഓൾസോ ഈ ഒരു 35 years ഓഫ് ലെഗസി ഉള്ളത് നിങ്ങളുടെ പ്ലേസ്മെന്റ്സിലും കുറെ നല്ല ബ്രാൻഡ്സ്, അതായത് യൂഷ്വലി ഈ പറയുന്ന ഈവൻ ന്യൂവർ IIMs ഒന്നും വരാത്ത ബ്രാൻഡ്സ് ഒക്കെ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നും കേട്ടിട്ടുണ്ട്. സോ ഇതിന്റെ ഒരു റിയാലിറ്റി എങ്ങനെയാണ്? അതായത് ഈ ലെഗസി ആയത് അലുമിനി ബേസ് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോർ പ്ലേസ്മെന്റ്സ്, ഫോർ ഗസ്റ്റ് ലെക്ചേഴ്സ്, ഫോർ അതർ ആക്ടിവിറ്റീസ് ആസ് വെൽ? Yes, so I guess that is one of the most distribution factors when choosing between a newer college versus an established college. Like if we notice that last year was not particularly good for the market in terms of placement. Even we were skeptical, like okay, because we saw news on different like MBA social and things like even the top B schools are not able to pay summer internships. So we were also kind of worried for our final placement. But that's where the alumni part actually helped them, because if you if the viewers just know, Cognizant CEO is from XIMB. Okay. We have a lot of great alums, and they really came through for our placements. More important than that, XIMB is a campus which gives a lot of importance to case competition. So case competition is one thing I want to highlight in XIMB, because
Uh, in the first year, you will find it like a hassle because it is mandatory for you because you have to take part in all the case competitions. Yeah. But in second year, you actually understand why we were doing that in the first year. Mm. Because a lot of my close friends got amazing packages from case competitions. Got it. And these are like Air India, Avalon, like these are really good, high paying jobs. And they got it through case competitions as well. So just because the market is down, the case competitions is still a good opportunity. For adding to that is the alumni base, which will come through in case you are not able to get companies to the campus. But again, like in a college like XIMB, which has been around for 30 plus years, getting companies to come to the campus is not very hard. It will matter towards the end of placement. Like you're also from a Definitely. B school, you know that in the Yeah. last 50 people or 20 people, that's when this matters the most. അതെ. That's when you need to get the help from alumni. ആ സമയത്ത് സീനിയർ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ അലൂമിനീസ് ഒക്കെ Yeah, വിൽ ബി വെരി ഹാൻഡി. exactly. യാ. Yeah. ഓൾസോ എക്സൈമിൽ പല പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. റൂറൽ മാനേജ്മെന്റ്, HR, മൾട്ടിപ്പിൾ പ്രോഗ്രാംസ്. സോ ഈ Yeah. പ്രോഗ്രാംസിൽ ഇപ്പം സ്റ്റുഡൻസ് ഇപ്പം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പം 3-4 ഡേയ്സും കൂടെയാണ് ഡെഡ് ലൈൻ, 23rd തീരും. പക്ഷേ ഇവരിതിൽ ഏതിനൊക്കെ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യണ്ട എന്നുള്ള രീതിയിൽ മോശമായിട്ട് ഏതെങ്കിലും പെർഫോം ചെയ്യുന്നുണ്ടോ? ആൻഡ് പ്ലേസ്മെന്റ് നിങ്ങളുടെ അംബ്രല പ്ലേസ്മെന്റ് ആണോ ശരിക്കും ഈ എല്ലാ ഡിഫറെന്റ് ഡൊമൈൻസിലുള്ള MBAസിലും? Uh, Not exactly, because I would say uh, if you're getting into XIMB, I would recommend BM and HR, and not Okay. sustainability and rural management. But They're you will upcoming. recommend HR? I will recommend HR because Okay. HR also got decent companies to come to the campus. Okay. But the placement is not one single process; it's different for Okay. all the different programs. And HR, rural management, and sustainability are in one campus. Okay. The BM campus is a separate campus. So the placements are different. Now, there are very few companies which open to both HR and uh, BM as well. Okay. But usually it's a separate process because the profile for HRs are mostly HR profile, which wouldn't make sense in the other campuses. Yeah, So it's not one process. Like it is separate. ഓരോന്നിനും സെപ്പറേറ്റ് പ്ലേസ് കോംസ് ഉണ്ട്, പ്ലേസ്മെന്റ് കമ്മിറ്റീസ് ഉണ്ട്, Yeah, ആൻഡ് ദേ വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ്. ഓക്കെ. yeah. ബാച്ച് സൈസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? മെജോറിറ്റി വിൽ ബി BM അങ്ങനെ ഇതിൽ തന്നെയാണോ? Yes, because BM strength is around 365 and HR is close to less than 150, I would say. I'm not entirely sure about RM and SM batch strength. ആൻഡ് ജെൻഡർ ഡൈവേഴ്സിറ്റി എങ്ങനെയായിരുന്നു? ആൻഡ് ജെൻഡർ ഡൈവേഴ്സിറ്റി പറയാം. I think 70% women. Got it. HR campus, I think it's the reverse. Is the reverse? I Yeah. think, Got it. ഈ പ്ലേസ്മെന്റ് സെനാരിയോയിൽ വരുമ്പോൾ ഇപ്പോൾ ഓരോ ക്യാമ്പസിനും ഇപ്പോൾ നമ്മളൊരു ഇൻക്ലിനേഷൻ പറയാറുണ്ടല്ലോ. ഇപ്പോൾ IIM Trichy ഈസ് മോർ ഇൻറ്റു ഫിനാൻസ് അല്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ട്. സോ അതുപോലെ ഈസ് ദർ എനി സോർട്ട് ഓഫ് ഡൊമൈൻ ഇൻക്ലിനേഷൻ വെൻ ഇറ്റ് കംസ് ടു പ്ലേസ്മെന്റ്സ്? അതോ ഓൾമോസ്റ്റ് ഈവൻ ആയിട്ടാണോ ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നത്? ഇതിൽ ചോദിക്കാനുള്ള വൺ മോർ റീസൺ ബീങ് സമ്മൺ വിത്ത് വർക്ക് എക്സ്പീരിയൻസ് ഇത് കൺസിഡർ ചെയ്യണോ ആൻഡ് സമ്മൺ വിത്തൗട്ട് വർക്ക് എക്സ്പീരിയൻസ് ഇത് കൺസിഡർ I see. ചെയ്യണോ? എന്ത് ഫ്രണ്ട്ലി ആണ് ഈ കോളേജ്? Okay, so like based on my friend's experience, I would say a work experience of 1 to 2 years or 2.5 years is ideal. Lot of like my friends who had a huge amount of work, like 4 to 5 years, they also struggled a bit. Freshers, I would say, are in a better position than people with 4 or 5 years of work Yeah. because they are kind of out of place because they are looking for a really good offer when you are coming after 5 years of work experience. True that. So if the market is down, you might be disappointed in the companies, or it can vary there. You know. But I would say 1 to 2 years is the right 1 to 2.5 years is the right time to join XIMB. Freshers are fine. Now, as to the first question, the Domain inclination. domain inclination, I would say most of the companies which are coming are tech companies. I mean that's the case with almost all the B schools right now because all the Yeah. companies are majorly tech companies. Second would be marketing, but I would say sales to be honest, and marketing. Yeah. Then and third would be finance, because a lot of freshers were from the BCom background and they got a lot of finance roles. Okay. And yeah, but predominantly it is to do with tech and tech consulting. ടെക് കമ്പനീസ് വരുമ്പോൾ അവർ മെയിനായിട്ട് നോക്കുന്നത് കൺസൾട്ടിങ്, അനലിറ്റിക്സ് ആൻഡ് കുറച്ച് പ്രോഡ്മാൻ ഉണ്ടാവും. അങ്ങനെയല്ലേ? So in my batch, I think there was a good amount of product manager opportunity. Oh, okay. Yeah, usually it is consulting takes a dominant effect here, but in my case, I think product manager roles also came a lot in my years. Uh, yeah, tech consulting is usually the one which takes the lead. We have Deloitte and Capgemini, and so they hire a lot of people. So usually tech consulting takes the lead, but I would say last year product manager opportunities are also quite high. Okay.
Got it. ഇനി എനിക്ക് ചോദിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വിച്ച് പീപ്പിൾ മൈറ്റ് ബി ഇൻട്രസ്റ്റഡ് ഈസ് ക്യാമ്പസിലെ കൾച്ചർ ഇൻ ടേംസ് ഓഫ് സ്റ്റുഡൻറ് ആക്ടിവിറ്റീസ്. അതിൽ സ്റ്റുഡൻറ് ക്ലബ്സ് കമ്മിറ്റീസ് ഒക്കെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണോ? എല്ലാത്തിനും ക്ലബ്സും ഇതുണ്ടോ? ആൻഡ് അതിൻ്റെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് ഐ മീൻ ഫെയർ ആണോ മുതലായ കാര്യങ്ങൾ? ഐ മീൻ അതിലൊക്കെ എന്തെങ്കിലും ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ടോ മുതലായ കാര്യങ്ങൾ ഒന്ന് ടച്ചപ്പ് ചെയ്യാം. I think I'm the right person to answer this question because I was part of as you are from B school, there's like shadows and cores. Like first year Yeah, you are shadows of the committee, yeah. second year you are core member. You are the core So member. yeah, so XIMB divides committees into 3 categories. One is the core committees. Now these are like the placements, international exchange, Academic committee, alumni, yeah. alumni, and also the media and PR. So these are the Yeah. the core committees. Functional committees are the ACAD committees, marketing, strategy. Okay, yeah. Yeah. So those 5 committees are the functional committees. പിന്നെ ഉള്ളത് Then ഇൻട്രസ്റ്റ് there's ഗ്രൂപ്പ് the ആയിരിക്കും interest അല്ലേ? committee, exactly. Yeah. And together we have 22 committees. Okay, And fine. so for every interest there is a committee. And Got it. so you will find a committee for everything. I would say more than half the batch will be part of one committee or the other. I was part of two committees because if you're part of a core committee, you cannot be part of functional committee. So I Yeah. was part of the international relations committee, and second year I was a coordinator of international relations committee. Okay. So I think ഇന്റർനാഷണൽ റിലേഷൻ ആണോ? yes, വിച്ച് ഈസ് I ലൈക്ക് am. ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണോ? Yes. ഓക്കെ. അതില് കമ്മിറ്റി മെമ്പർ കൂടി ആയതുകൊണ്ട് അതിനെ കുറിച്ചും കൂടെ കുറച്ച് ഡീറ്റെയിൽസ് തരാമോ? ഐ മീൻ എത്ര Yeah, പേർക്ക് sure. ഫോറക്സ് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് ആൻഡ് എത്ര ഫോറിൻ യൂണിവേഴ്സിറ്റി കൊളാബറേഷൻസ് ഉണ്ട് എന്നുള്ളത്? So if you're looking at the number of collaborations, we have a lot. We have more than 15 collaborations. Oh, But okay. it's not necessary that we go to all these 15 colleges every year. So usually, every college has a cap of 2 to 4 students when you're sending from XIMB to these colleges. Every Uh, college. yeah, every college. But one major issue is that the this happens in second year, not first year. Yeah. The exchange program, and this kind of coincides with the placement time. So that's why people are reluctant to go because what if I Okay. don't get a PPO? What Yeah. if I don't get that opportunity to sit through placement? But even though the placements, if a company allows, that process will be done online. Online. Yeah. Yeah. But the students are a bit skeptical about it because they're like, what if they don't? So Yeah. that is one major drawback because the placement coincides with the exchange. Because of that, every year the number of interests are a bit low, especially if the market is not good. People would be a bit skeptical of the exchange process as well. Yeah. So if the market is performing good, if everyone have good internship, then the number of exchange also increases. So it is Okay. like pre-COVID, there was a good number of exchanges, a lot of people coming in and going. But post-COVID, we found it a bit hard for students to come to our campus. We had Okay. faculty exchanges, but students did not come to our campus post-COVID. Okay. So, I mean, the college only opened after 2022, so the last 2 years for exchange, because from 2020 to 2022, exchange was not possible because of COVID. COVID. Yeah. So after that, we took a bit of a dive because we are restarting the process slowly because 2 years there was no exchange. And this is not just for it affects the campuses outside India as well, right? Because Yeah. people Definitely. are having their own protocols and guidelines for it. Yeah. So overall, there's a good opportunity if you But if want to. someone is very keen about, say, doing a semester, I mean, in a foreign university, there's a good Yeah, chance. they I have mean, it's you can your definitely. call. Okay. ഇനി ഇപ്പം ഇത്രയും പറഞ്ഞതിൽ ഇനി ഒരു കാര്യം കൂടെ എല്ലാത്തിപ്പം XGMT എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. സോ XGMT പേഴ്സണലി ഡേവിഡ് എഴുതിയിട്ടുണ്ടോ XGMT? ആൻഡ് ഇഫ് സോ ലൈക്ക് വാട്ട് ആർ ദി ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ത്രൂ XGMT? അതൊരു ഈസിയർ ടു ഗെറ്റ് ഇൻ ത്രൂ സാറ്റ് ആണോ അതോ XGMT ഇസ് ലൈക്ക് റിലേറ്റീവ്ലി ഈസി എന്നുള്ളതാണോ? കാരണം രണ്ടും ഇനി കഴിയാൻ Yes. പോവുകയാണ്, ഇനി വരാനിരിക്കുകയാണ്. സാറ്റിനാണെങ്കിലും ദേ ആർ ഹാവിംഗ് ലൈക്ക് ഗുഡ് അറൌണ്ട് 15 days ടു പ്രിപ്പയർ. ആൻഡ് XGMT വിൽ ബി ഹാപ്പനിങ് സംവെയർ ലേറ്റർ, എൻഡ് ഓഫ് ജാൻ അല്ലെങ്കിൽ ആ ഒരു ടൈമിലായിരിക്കും. Personally, I did not write XGMT, but there are a good number of people who wrote XGMT as well. Okay. And I would say that the number of people who write XGMT is lower than the number of people who write SAT. So you have the option to get a better score or better percentage in XGMT compared to SAT. Okay. So your chance of getting an interview is probably higher with XGMT. Higher with XGMT. Okay. Interview. I won't say selection. Interview. Got it. So ഒരു ഗുഡ് ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു Yes, സംഭവമാണ്. definitely. ഓക്കെ. Yeah. ഇനി XGMTയുടെ എന്തെങ്കിലും ഒരു കോൺസ്, അതായത് എല്ലാ ബി സ്കൂളിലും ഉള്ള പോലെ സംതിങ് ദാറ്റ് പീപ്പിൾ ഷുഡ് കൺസിഡർ വെൻ ദേ ആർ ലുക്കിംഗ് അറ്റ് XAMB അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുണ്ടോ? Well,
like XIMB, if you search, like a common phrase will be like XIMB never sleeps. Okay. Now, that is actually true because the student activities actually run throughout the night. Hmm. So if you are someone who is not keen on a lot of activities in the campus, Yeah. especially first year, you know how it is. Like every committee will want all the students to participate in all the Yeah. activities. So first year can be a bit hectic if you are not the very social kind of person. Hmm. But apart from that, I think it's pretty good experience. Now, if you are someone who doesn't enjoy this Hustle life, അല്ലെങ്കിൽ yeah. like be awake all night, and even the classes sometimes they even go up to. We had some special classes. Okay. Now because our faculties are also residing in the same campus. Yeah. So because of that, sometimes the classes are also at very late night. Sometimes they even extend to 12 or 1 a.m. So and this is like a rare instance, not something which happens every day. Okay. So because of these, sometimes the student activities start post that. Yeah. So all of these means that you are most likely going to be awake in the first few months till like 2 or 3 a.m. most of the days. Now, no one is forcing you to do all these. Like it's your choice. Hmm. It's Yeah. optional, Yeah. unless it's related to placements or like that is obviously not optional. But everything else is optional. Got So it. yeah, if you're not someone who, because almost everyone in the campus will be doing all this, so you will feel like you're left out if you're not taking part of it. Hmm. But if you're the kind of person, let's say you have been working in a company for 10 years or five, let's say 4 years, 5 years, you are in a routine of waking up early morning, going to bed at 10 or 11, then it might be a bit hard for you to adapt in the first couple of months. ആ ഒരു യൂഷ്വൽ ഒരു നോർമൽ ലൈഫ് ടു ബി സ്കൂൾ ട്രാൻസിഷൻ എന്തായാലും ആ ഒരു Yeah, ലൂടെ കടന്നു കൊണ്ടുവരും. yeah. ഒരു ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക്, ഞാൻ ജസ്റ്റ് കേട്ടതാണ്, ഇല്ലാത്ത റൂമേഴ്സ് പോലെ കേട്ടതാണ്. ഞാൻ ഏതൊരു ഗ്രൂപ്പിൽ റാൻഡമായിട്ട് വായിച്ചതാണ്, ഞാൻ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പോലും നോക്കില്ല. ദാറ്റ് XIMBയുടെ മാനേജ്മെന്റ് എന്തോ ട്രാൻസിഷൻ നടക്കുന്ന ഒരു ഫേസിലാണ്. സോ ദാറ്റ് മൈറ്റ് എഫക്ട് സംതിങ് എന്നുള്ള രീതിയിൽ എന്തോ കണ്ടു. ആൻഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്ന്. രണ്ട്, മൊത്തത്തിൽ മാനേജ്മെന്റ് കുറച്ചുകൂടെ റിലേറ്റീവ്ലി സ്ട്രിക്റ്റ് ആണോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടോ? കാരണം ദിസ് ഇസ് റൺ ബൈ എ ട്രസ്റ്റ് ഓർ അങ്ങനെ എന്തോ ഒരു ഇതിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. സോ എനി സോർട്ട് ഓഫ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടോ? Uh, yes, I think I can give a bit more clarity on this. Yeah. So XIMB was its own separate entity, like XIMB. When Yeah. you're looking at the ranking, it was XIMB. Yeah. But now it is branded as XIM University. University. So now is not just XIMB. There is Yeah. XIMB, XIM HR, Sustainability and Rural Management. Yeah. So if you're looking at the ranking now, we are looking into 4 colleges than 1 college. So Okay. even if your 1 college is performing better, if the other 3 courses are not performing on par, your rank will still take a hit. So Definitely. if you note, if you look at the ranking, then XIMB is going back suddenly a few places because now it's not just one campus; it is Okay. four courses. Okay. Fair. So that is the management part. This what is പീപ്പിൾ ആർ happening. ടോക്കിംഗ് അബൌട്ട്. ഓക്കെ, സോ Yes, ബേസിക്കലി കുറച്ച് വീക്ക് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഡിപ്പാർട്ട്മെന്റ് കൂടെ ഒരുമിച്ച് നോക്കുന്നതുകൊണ്ടുള്ളൊരു ചെറിയൊരു ഡിഫറൻസ്. yes. ബട്ട് XIMB BM വിൽ ബി XIMB BM, XIMB, ജസ്റ്റ് ലൈക്ക് XIMB BM is XIMB BM because the yeah, alums are yeah, for XIMB BM. So yeah, and yeah. coming to the strictness part, yes, in the last few years, like this happens based on like the dean to dean or whoever is in charge Yeah. of that specific campus. So yes, our dean was a relatively strict dean compared to the previous deans, but again, when the new batch is joining, it will be a different person. So yeah, Okay. that will change. It's a cycle of 2 years, so you can never predict it. But still, I would say compared to what I heard about other campuses like Symbiosis, our college is relatively less strict. Like we felt it was strict because we compared it to what XIMB was before Okay. and Okay. right now. But Okay. when we compare it with other B schools, they are still It's relatively relatively, chill. yeah, because our hostels are co-ed, so it's not like girls cannot visit your room or like that kind of restrictions are not there, Okay. and you can leave the campus, you can enter the campus when you want. So I think some restrictions were kept on the timings of these things. Let's say like 11 p.m. are the last entry time. So these kind of few restrictions are there, but overall, I don't think there are major restrictions. Got it. And overall, like one last question is regarding ROI. How happy in general XIMB graduates are with regard to ഇതിൻ്റെ ഒരു ROI അല്ലെങ്കിൽ ഫീസിൽ കൊടുത്തത്, ആ ഒരു ആസ്പെക്റ്റിൽ എന്തെങ്കിലും ഒരു ഇത് പറയുന്നുണ്ടോ ആൾക്കാർ? Okay, so personally, I'm very happy, but Yeah. I cannot say that for everyone in the campus because in the placement wise, like obviously the top 50% of the campus would be more than happy with the placements. But Yeah. there will be because XIMB, the truth is that it is expensive.
Yeah. it is expensive compared to other B schools. The fees for our batch was 21 point, close to 22 lakhs. But Including I'm hostels, including hostels, yeah, including hostel, but not mess. not mess. Yeah. Yeah. But I think every year they increase uh, the fees. So this year I'm not sure what it's It'll be going around to be. 23, 24, anyway, less than, Yeah, yeah, ആ 23, ഒരു 20. range. Yeah. 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 So when you're looking at that, we always feel like, okay, because the placements usually on a B school ideally should be on par with your fees. Like if the fees Fees, is 20 yeah. lakhs, your average CTC should be 20 20 lakhs. lakhs. But now, like in our batch, it was more or less even. But if it is going towards like let's say 24, Yeah. the like the average should also be 24. Now I'm not sure how much that is going to happen, but I have faith in my junior batch, so let's see. So Got it. But yeah. still almost ആ ഒരു രീതിയിൽ പോകുന്നുണ്ടല്ലോ അല്ലേ, ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട്. Yes, കാരണം almost on equal level. Yeah. ഇപ്പൊ ശരിക്കും ഒരു 3 years മുന്നേ, അതായത് ജസ്റ്റ് കോവിഡിന് മുന്നേ ഉള്ള ഒരു ബൂമിലൊക്കെയാണ്, കോവിഡിന്റെ ഒരു ബൂമിൽ ശരിക്കും നല്ലോണം പാക്കേജ് ഇൻഫ്ലേറ്റഡ് ആയപ്പോൾ എല്ലാവരും ഫീസ് അതിനനുസരിച്ച് കൂട്ടി ഈ ഒരു Footy, ഇക്വേഷൻ yes. മെയിൻറ്റെയിൻ ചെയ്തിട്ട്. പക്ഷെ അത് Aye. കഴിഞ്ഞിട്ട് 2 years ആയിട്ട് ഇറ്റ്സ് ഡ്രോപ്പിംഗ് ഓർ സ്റ്റാഗ്നന്റ്. പക്ഷെ അതിനനുസരിച്ച് അവർ ഫീസ് കുറച്ചിട്ടില്ല. ഇത് സ്ഥിരം Exactly. സംഭവിക്കുന്നതാണ്. യാ Exactly. You described it very well. Like യാ exactly. ഇഫ് യു And ലുക്ക് അറ്റ് fees ബി will സ്കൂൾസ് ഫ്രം increase it anyway. Yeah. എക്സാക്ട്ലി. ഇപ്പൊ ഒരു 2014-15 ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പൊ ഞാൻ കൊടുത്ത ഫീസ് ഏതാണ്ട് 19 lakhs ആയിരുന്നു IIM ഇൻഡോറിൽ. മേ ബി 5-6 years ബാക്ക് ദേ വർ പേയിങ് 50% ഓഫ് ദി ഫീസ്. സോ ഒറ്റയടിക്ക് പാക്കേജ് കൂടുന്ന കാണുമ്പോൾ ഇവർ കൂട്ടുന്നതാണ്. പക്ഷെ Yeah, അതിപ്പോ exactly. ഒരുപാട് ബി സ്കൂൾസിൽ ആ ഒരു പ്രോബ്ലം ഉണ്ട്. എസ്പെഷ്യലി ഇഫ് Yeah. യു ലുക്ക് അറ്റ് ബേബി എയിംസിന്റെ ഒക്കെ ഫീസ് ഇപ്പം ഒരു 18-19 Correct. lakhs ആയിട്ടുണ്ട്. ബട്ട് ദി Yeah, പാക്കേജ് ആർ everyone സ്റ്റിൽ is ഇൻ ദ almost റേഞ്ച്. reaching 20 in all the like let's say top 40 colleges, and their fees is almost reaching 20 lakhs. But because this is like as you mentioned, COVID time, the packages are pretty good. Like our Yeah. senior batch are like really amazing packages. റിയലി അമേസിംഗ്. യാ But നമ്മുടെ എൻ്റെ batch ആയപ്പോൾ COVID boom got out. കുറച്ച് So താഴെ പോയി. യാ exactly. So yeah, so in that regard to your previous question, like how happy is everyone? Because I would say again, we all came to XIMB seeing the packages during COVID. ഓക്കെ. But during our final placements, it was like the market is not like many companies were in hiring phase, not for XIMB in general, because Okay. they had already hired a lot of people during COVID phase, and they were ഓവർ letting ഹയർ go of ചെയ്തിട്ടുണ്ട്. people. യാ Exactly. യാ യാ So it is a cycle, right? You ഒരു overhire, and then yeah when ആ you let ഒരു go stagnant people, phase. Yeah. then when you let go of people, you are like, okay, we let go too many people, so we need to Yeah. hire again. So it is a cycle of 2 years or 3 years. Like you overhire, then you let go people, then you overhire again. So we were in the let go phase when we were in placement market. And But hopefully now ഇത് it's again കേൾക്കുന്ന in the ആൾക്കാർ ആ hiring ഒരു phase. ഹൈ ഫേസിൽ Yeah, ഇരിക്കുമ്പോഴായിരിക്കും പ്ലേസ്മെന്റ് if അറ്റൻഡ് you are, ചെയ്യണമെന്ന് വിചാരിക്കാം. yes, exactly. Yeah. Yeah. So one good thing about XIMB is that so XLRI and XIMB are from the same management. So a lot of Okay. these sports event and cultural events we kind of conducted together. So either it's hosted in XIMB or either it's hosted in XLRI. So mostly this is between the Xavier Institute of colleges. So Oh. you get to Oh, ഇത് meet സെയിം a lot of, മാനേജ്മെന്റ് ആണല്ലേ ശരിക്കും? yes, yeah. ഓക്കെ ഓക്കെ. So because of that, lot of the competitions happen in the same place. So you get to meet a lot of people from that college as well. So again, the most important part of MBA, and it's a cliche, is networking. But Definitely, it's definitely. always Yeah. good to network with a lot of people. So especially students from Tier 1 colleges as well. So Yeah. it's a good opportunity. You get to bond in a really well mannered sports event and cultural Yeah, events. yeah, definitely. Yeah, oh, got it. സോ ഡേവിഡ്, താങ്ക്സ് ലോട്ട്. ഐ മീൻ എനിക്ക് ഒരുവിധം വേണ്ട ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമുക്കൊക്കെ ആവശ്യമുള്ള ഇൻഫർമേഷൻ വാസ് റിഗാർഡിങ് ഇത്രയധികം ഒരു ഇൻസൈഡർ ഇൻഫോ ആ ഒരു ലെവലിൽ ഒതന്റിക് ആയിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ താങ്ക്സ് ലോട്ട് ഫോർ ഷെയറിംഗ് ഇറ്റ് വിത്ത് us. ആൻഡ് 12:30 ജോയിൻ ചെയ്ത് ഈ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഞാനപ്പം ഡേവിഡ് പറഞ്ഞതാണ് നമുക്ക് വീക്കെൻഡ് ചെയ്താലോ എന്ന്. ഐ വാസ് ലൈക്ക് ഡെഡ് ലൈൻ അടുത്ത് വരുന്നു. ദെൻ ഹി വാസ് ലൈക്ക് ഓക്കെ 12:30 നമുക്ക് ചെയ്യാം രാത്രി. ആൻഡ് താങ്ക്സ് ലോട്ട് ഫോർ ഷെയറിംഗ് ഓൾ ദീസ് ഇൻഫർമേഷൻ വിത്ത് us. Happy to help. ആൻഡ് ഓൾ ദി ആസ്പിറൻസ്. ഇപ്പൊ കാറ്റിന്റെ റിസൾട്ട് ഒക്കെ വന്നു, ആരും ടെൻഷൻ അടിക്കേണ്ട. യു സ്റ്റിൽ ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. സാറ്റ് ഉണ്ട്. ഇപ്പൊ ഓൾറെഡി ഡേവിഡ് പറഞ്ഞു XIB കയറിയത് സാറ്റ് വെച്ചിട്ടാണെന്ന് പറഞ്ഞു. Yeah. സോ സാറ്റ് ഡെഫിനറ്റ്ലി ഒരു സ്ട്രോങ് ബാക്കപ്പ് ഓപ്ഷൻ ആണ്. വെരി സ്ട്രോങ് ബാക്കപ്പ് ഓപ്ഷൻ വിച്ച് ക്യാൻ ഈവൻ ഗെറ്റ് യു ഇൻ ടു Tier 1 XLRI. ആൻഡ് ഈവൻ എ ലോട്ട് ഓഫ് ഗുഡ് ബി സ്കൂൾ ലൈക്ക് XIMB, IMT, IMI. സോ സ്ട്രോങ് ഓപ്ഷൻ ആയിട്ട് തന്നെ വെച്ചോളൂ. ആൻഡ് XGMTയും ബാംഗ്ലൂരാണ് സെന്റർ ഉള്ളത്, കേരളത്തിൽ സെന്റർ ഇല്ല. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. സോ അതൊന്ന് നോട്ട് ചെയ്യുക. ആൻഡ് ദെൻ ഇഫ് യു ആർ അപ്പ് ഫോർ ഇറ്റ് XGMTക്കും കൂടെ അപ്ലൈ ചെയ്യുക. സോ താങ്ക്സ് ലോട്ട് ഡേവിഡ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. Yeah.